മറഞ്ഞിരുന്നാലും മനസ്സിൻ്റെ കണ്ണിൽ മലരായി വിടരും നീ. ഒളിഞ്ഞിരുന്നാലും കരളിലെ ഇരുളിൽ വിളക്കായി തെളിയും നീ. മറഞ്ഞിരുന്നാലും മനസ്സിൻ്റെ കണ്ണിൽ മലരായി വിടരും നീ. മൃദു സഞ്ജീവനിൽ നീ എനിക്കരുളിൽ ജീവനിലുണർന്നു സായുജ്യം. മൃദു സഞ്ജീവനിൽ നീ എനിക്കരുളിൽ ജീവനിലുണർന്നു സായുജ്യം. കഥനമകന്നു പുളകമണിഞ്ഞു ലഹരിയുണർന്നു കഥനമകന്നു. മറഞ്ഞിരുന്നാലും മനസ്സിൻ്റെ കണ്ണിൽ മലരായി വിടരും നീ. ഫ്രണ്ട്സെ ബുള്ളറ്റുമാനുമാണ്. പാട്ടൊക്കെ കേട്ടില്ലേ? പ്രായപത്രമേ 57 വയസ്സ്. ഇങ്ങനെ തെരുവിൽ തന്നെയാണ് ജീവിതം അല്ലേ? എത്ര ഇങ്ങനെ താമസം ഇങ്ങനെ ആയിട്ട്? മക്കളൊക്കെ ഇവിടെ? മക്കൾ അവന്റെ വീട്ടില. പിന്നെ ഹസ്ബൻഡ് ഭർത്താവ് വഴക്കൂടി പോകുന്നു. ഈ ജീവിതം തുടങ്ങിയിട്ട് എത്രയായി? ഇങ്ങനെ 14 വർഷമായിട്ട്. നിക്കാൻ കഴിയില്ല, കാലിന്റെ മുട്ടിനൊക്കെ വേദന ഉണ്ട്. പിന്നെ എന്താണ് ആഗ്രഹം? ജസ്റ്റ് ഒന്ന് പറഞ്ഞാണ്. ഒരു ഫോണ് വേണം, അതുപോലെ ഒരു വീട് വേണം, അത്ര മാത്രം വേണം. അപ്പൊ ഞാൻ ചെറിയൊരു ആഗ്രഹം ഞാൻ നിറവേറ്റാന്ന് പറഞ്ഞിട്ട് പ്രേക്ഷകരായിട്ടുള്ള ആളുകൾ ഏത് മൊബൈൽ ഷോപ്പ് എടുത്തുന്നവരോ ആരെങ്കിലും ഞാൻ പറയാം, നമുക്ക് ഒരു ഫോണ്, ഒരു പാട്ട് പഠിക്കാൻ എന്നോട് വന്നപ്പോൾ പറഞ്ഞത് അവനെ പാട്ട് പഠിക്കാൻ സൗകര്യമില്ല, പിന്നെ എന്താ പറയാ, ഒരു ഫോണൊന്നുമില്ല, റേഡിയോ ഒന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞത്. ഓക്കെ, ആരെങ്കിലും ഏറ്റെടുക്കുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നല്ലവരായിട്ടുള്ള ആളുകൾ പ്രേക്ഷകരുണ്ട്. അപ്പോൾ അവന്റെ പാട്ടൊക്കെ എല്ലാവരും കേട്ടു, വളരെ മനോഹരമായിട്ട്. ചെറുപ്പത്തിൽ എന്തായിരുന്നു അവസ്ഥ എന്നറിയില്ല. കുറെ മുന്നേ സലീം കോടത്തൂരൊക്കെ ബന്ധപ്പെട്ടിട്ടുണ്ട് അല്ലേ? വീട്ടിലൊക്കെ വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി പ്രേക്ഷകരായിട്ടുള്ള ആളുകൾ നിങ്ങൾ ഏറ്റെടുക്കുക. ഓക്കെ.